ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങളാണ് അല്പസമയം മുമ്പ് കടന്നുപോയത്. हिंदुस्तान की हत्या की है, सिर्फ मणिपुर की नहीं, हिंदुस्तान की हत्या की है। इनकी राजनीति ने मणिपुर के लोगों को मारकर भारत की हत्या की है। आप देशद्रोही हो, आप देशभक्त नहीं हो। ഭാരത് മാതാ കീ ജയും ദേശസ്നേഹവും ഒക്കെ പുട്ടിന് പീരയിടുന്നത് പോലെ എപ്പോഴും വിളമ്പിക്കൊണ്ടിരിക്കുന്ന BJP-ക്കാരുടെ മുഖത്തിനുള്ള കനത്ത പ്രഹരമാണ് രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ നൽകിയത്. आप भारत माता के रखवाले नहीं हो, आप भारत माता के हत्यारे हो। आपने मणिपुर में केरोसिन फेंकी और फिर चिंगारी लगा दी, अब आप हरियाणा में कर रहे हो, पूरे देश को आप जलाने में लगे हो। आप पूरे देश में भारत माता की हत्या कर रहे हो। BJP നേതാക്കൾ വലിയ ഒച്ചപ്പാടുണ്ടാക്കി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ ദിവസവും സ്മൃതി ഇറാനി ഇങ്ങനെയായിരുന്നു. സ്മൃതി ഇറാനിക്ക് രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നും അവർ ഭയങ്കര ക്ഷോഭത്തിൽ സംസാരിക്കുന്നു, ഒച്ചപ്പാടുണ്ടാക്കുന്നു, ബഹളമുണ്ടാക്കുന്നു. BJP MP-മാർ മുഴുവൻ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ ആരും ഒന്നും കേൾക്കരുത്, രാഹുൽ ഗാന്ധി പറയുന്നത് ഈ ലോകം അറിയരുത്, കാണരുത് എന്ന രീതിയിലൊക്കെ കിടന്ന് അങ്ങോട്ട് അസഹിഷ്ണുതയുടെ അങ്ങേയറ്റമായി കിടന്നിട്ടുള്ള വല്ലാത്തൊരു പ്രകടനമാണ് കണ്ടത്. ഇത് കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് ജനങ്ങൾ ചോദിക്കും, എന്റെ പൊന്ന് ചങ്ങാതിമാരെ, നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളല്ലേ, ഒരു മര്യാദ വേണ്ടേ? ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സാമാന്യ ബോധം വേണ്ടേ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? രാഹുൽ ഗാന്ധി അവിടെ കിടന്ന് കൃത്യമായി നിലപാട് പറയുന്നു, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ അവിടെ കിടന്നിട്ട് രാഹുലിന്റെ ഇടയിൽ കിടന്ന് ഒച്ചയും വിളിയും ഉണ്ടാക്കി. ഇതിന്റെ ലക്ഷ്യം എന്താണ്? രാഹുൽ പറയുന്നത് ഓരോന്നും കൊള്ളുന്നത് എങ്ങോട്ടാണ്? രാജ്യസ്നേഹികളല്ല, നിങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് BJP-ക്കാരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. അതായത് BJP-ക്കാരെ എല്ലായ്പ്പോഴും അവർക്ക് ഇഷ്ടമില്ലാത്തവരെ പലപ്പോഴും ദേശദ്രോഹികൾ എന്ന് വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ BJP-ക്കെതിരായ ഏതെങ്കിലും വീഡിയോ ചെയ്താൽ അതിനിടയിൽ വന്നിട്ട് എൻ്റെ വീഡിയോയ്ക്കിടയിൽ പോലും നീ രാജ്യവിരുദ്ധനാണെന്ന് പറഞ്ഞ് കമന്റ് അടിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സംസ്കാരം ഇത് അവിടെ തൊട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇന്ന് അവരവിടെ കാണിക്കുന്നത്. എന്തിനാണ് ഈ അസഹിഷ്ണുത? രാഹുൽ ഗാന്ധി പറയട്ടെ, നിങ്ങൾക്ക് അതിനുശേഷം മറുപടി കൊടുക്കാമല്ലോ. അതിനിടയിൽ കുറെ പേർ കിടന്ന ആകപ്പാടെ ഒച്ചയും വിളിയും ബഹളവും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ തെളിയുന്നത് രാഹുൽ ഗാന്ധിയെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ വല്ലാതെ ബാധിക്കുന്നുണ്ട്, ആശങ്കപ്പെടുത്തുന്നുണ്ട് BJP-യെ എന്ന് തന്നെയാണ്. മണിപ്പൂരിൽ കൊല്ലപ്പെടുന്ന, പീഡനങ്ങൾ അനുഭവിക്കുന്ന, വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പൊട്ടിത്തെറിച്ചപ്പോൾ ഈ രാജ്യം മുഴുവൻ അത് ഉറ്റുനോക്കുകയായിരുന്നു. നിങ്ങൾ ഇന്ന് ഈ നിമിഷം ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളുടെയും യൂട്യൂബ് ചാനലുകളുടെയും പേജുകൾ എടുത്തു നോക്കുക. രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്ന ലൈക്കുകളും കമന്റുകളും ആ വീഡിയോകൾക്ക് കിട്ടിയ വ്യൂവർഷിപ്പും നോക്കുക. അത് മാത്രം മതി രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ കേൾക്കാൻ ഇന്ന് ഈ രാജ്യം മുഴുവൻ സമയവും ചെലവഴിച്ചു എന്ന് മനസ്സിലാകാൻ. അത്രയും വലിയ കോടാനുകോടികളുടെ വ്യൂവർഷിപ്പാണ് ഇന്ന് ഈ ഒരു നിമിഷം രാഹുൽ ഗാന്ധിക്ക് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇന്ന് ലഭിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ രാജ്യം രാഹുൽ ഗാന്ധിയെ കാണാൻ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ് എന്ന് ഉറ്റുനോക്കുക തന്നെയാണ് ഈ രാജ്യം, ഒരു സംശയവും വേണ്ട. ആ നിലയിലേക്ക് രാഹുൽ വളർന്നിരിക്കുന്നു. മറ്റൊന്നുകൂടി, ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ്, വയനാടൻ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കളിയാക്കുന്നവരുണ്ടല്ലോ, ഈ കളിയാക്കുന്നവർ എഴുതി വെച്ചോളൂ, അധികം വൈകാതെ നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരും, നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരും, നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയം വരിക തന്നെ ചെയ്യും. ഈ നിലയ്ക്കാണ് രാഹുൽ ഗാന്ധിയുടെ പോക്കെങ്കിൽ BJP-ക്ക് അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ രാഹുൽ ഗാന്ധി വേഴ്സസ് മോദി എന്ന നിലയിലേക്ക് പാർലമെന്റിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്നത്തെ പാർലമെന്റ് സെഷൻ ശ്രദ്ധിച്ചവർക്കറിയാം. ഒരു വശത്ത് എന്നത്തെയും പോലെ BJP-ക്കാർ മോദി 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 എന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഇല്ലാത്ത പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉറക്കെ വിളിച്ചത് മോദി മോദി എന്ന വിളിക്ക് ബദലായി വിളിച്ചത് ഇന്ത്യ ഇന്ത്യ എന്നായിരുന്നുവെങ്കിൽ, രാഹുൽ ഗാന്ധി സഭയിലെത്തി അദ്ദേഹം സംസാരിക്കുന്ന ഇന്ന് പ്രതിപക്ഷ ഐക്യമുന്നണിയിലെ ഓരോ MP-മാരും ഉച്ചത്തിൽ വിളിച്ചത് രാഹുൽ 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 എന്നായിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJP-യെയും നേരിടാൻ ഏറ്റവും ശക്തനായ, കരുത്തനായ, ഉചിതനായ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന് പ്രതിപക്ഷ MP-മാർ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിലെ എല്ലാ പാർട്ടി നേതൃത്വവും
ഒരേപോലെ അംഗീകരിക്കുന്നു എന്ന് പറയാം. ഇത് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ വിജയം മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിശക്തമായി പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്നു എന്നതിന്റെ പ്രകടമായ ലക്ഷണം കൂടിയാണ്. BJP അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞത് എന്താണ്? ഓർമ്മയുണ്ടല്ലോ, കോൺഗ്രസ് മുക്ത ഭാരതം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓരോരോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കത്തിക്കയറുകയാണ്. BJPയുടെ അധികാരം കർണാടകയിൽ ഉൾപ്പെടെ നഷ്ടപ്പെടുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് എതിരെ ജനങ്ങൾ സംസാരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുകയാണ്. അങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഭാരത് ജോഡോ യാത്രയൊക്കെ ഇന്ന് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറയണമെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. കാരണം ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ, തന്നിലേക്ക് അടുപ്പിക്കാൻ, ഒരു വലിയ മുന്നേറ്റം സാധ്യമാക്കാൻ രാഹുൽ ഗാന്ധി ഉപയോഗിച്ച മാർഗമായിരുന്നു ഭാരത് ജോഡോ യാത്ര. ആ യാത്രയിലൂടെ താൻ പലതും മനസ്സിലാക്കി, തനിക്ക് പലതും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ തിരിച്ചറിവുകളിലൂടെ രാഹുൽ ഗാന്ധി കരുത്തനായി മാറി കൂടുതൽ എന്ന് ഈ രാജ്യത്തെ ജനങ്ങളും വിലയിരുത്തുകയാണ്. എന്തായാലും ഇന്ന് പാർലമെന്റിൽ നടന്നത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും നല്ല പെർഫോമൻസുകളിൽ ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. BJPയെ അടിച്ചിരുത്തി കളഞ്ഞു. എന്തായാലും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും വലിയ മുന്നേറ്റമാണ് പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മണിപ്പൂർ വിഷയത്തിൽ വ്യക്തമായ നിലപാട് അവർ പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും അത് അതിശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുലിന്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കൂടി ഒന്ന് ജനങ്ങൾ കാണുക, വിലയിരുത്തുക. स्पीकर सर, इन्होंने मणिपुर में हिंदुस्तान की हत्या की है। सिर्फ मणिपुर की नहीं, हिंदुस्तान की हत्या की है। इनकी राजनीति ने मणिपुर को नहीं, हिंदुस्तान को मणिपुर में मारा है। हिंदुस्तान को कत्ल किया है, हिंदुस्तान का मर्डर किया है मणिपुर में। हमारी जनता की आवाज है, दिल की आवाज है, उस आवाज की हत्या आपने मणिपुर में की। इसका मतलब भारत माता की हत्या आपने मणिपुर में की। भारत माता को आपने मणिपुर के लोगों के मारा, आपने मणिपुर के लोगों को मारकर भारत की हत्या की है। आप देश द्रोही हो, आप देशभक्त नहीं हो, आप देश प्रेमी नहीं हो, आप देशद्रोही हो। आपने देश की हत्या मणिपुर में की। मणिपुर में हिंदुस्तान की हत्या की है, भारत माता की हत्या की है। मणिपुर में, मणिपुर के लोगों के दिल में आप बोल रहे हैं फिर आप भारत माता के रखवाले नहीं हो, आप भारत माता के हत्यारे हो। प्लीज माननीय सदस्य प्लीज। अपनी माँ की हत्या की बात कर रहा हूँ मैं, मणिपुर में अपनी माँ की हत्या की बात कर रहा हूँ मैं, आदर से बोल रहा हूँ। आपने मेरी माँ की हत्या की मणिपुर में। एक मेरी माँ यहाँ बैठी है, दूसरी माँ को आपने मणिपुर में मारा है। और हर रोज जब तक आप हिंसा को बंद नहीं करोगे तब तक आप मेरी मां की हत्या कर रहे हो। हिंदुस्तान की सेना मणिपुर में एक दिन में शांति ला सकती है, हिंदुस्तान की सेना का प्रयोग नहीं कर रहे हो क्योंकि आप हिंदुस्तान को मणिपुर में मारना चाहते हो। तो अगर नरेंद्र मोदी जी हिंदुस्तान की आवाज नहीं सुनते हैं, अगर हिंदुस्तान के दिल की आवाज नहीं सुनते हैं, तो किसकी आवाज सुनते हैं? दो लोगों की आवाज सुनते हैं। किसकी आवाज सुनते हैं? किसकी आवाज सुनते हैं? और इसलिए सुनते हैं। नो एक गलत तरीका माननीय सदस्य। देख लीजिए अडानी जी के लिए मोदी जी ने क्या काम किया है। देख लीजिए ये पहले आप गलत तरीका आपका। रावण दो लोगों की सुनता था, मेघनाथ और कुंभकर्ण। वैसे ही नरेंद्र मोदी दो लोगों की सुनते हैं, अमित शाह और अडानी। आप पूरे देश में केरोसिन फेंक रहे हो, पूरे देश में आप केरोसिन फेंक रहे हो। आपने मणिपुर में केरोसिन फेंकी और फिर चिंगारी लगा दी। अब आप हरियाणा में कर रहे हो, पूरे देश को आप जलाने में लगे हो।
आप पूरे देश में भारत माता की हत्या कर रहे हो। धन्यवाद स्पीकर।